കണ്ടാൽ മനോഹരം, പക്ഷേ ഉപയോഗശൂന്യമാണെന്ന് മാത്രം. എല്ലാവിധ സൗകര്യങ്ങളോടെയും പണി പൂർത്തീകരിച്ച തോപ്പുംപടി കരുവേലിപ്പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് വാഹനങ്ങളുടെ അനധികൃതമായ പാർക്കിംഗ് മൂലം ഉപയോഗശൂന്യമായി പോകുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശമായതിനാൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത ഇത്തരം വികസന പ്രവർത്തനങ്ങൾ അധികാരികൾ എന്തിനേറ്റെടുത്ത് നടത്തുന്നു എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. ബസ് കാത്തിരിക്കുവാൻ വളരെ മനോഹരമായ ഒരു ബസ് ഷെൽട്ടർ ഉണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാത്ത രീതിയിലാണ് ഇവിടെ ബസ്സിൽ കയറുവാൻ വരുന്ന യാത്രക്കാർ. കാരണം ഈ ബസ് ഷെൽട്ടറിന് മുൻപിൽ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. തോപ്പുംപടിയിൽ മഹാരാജാസ് ഗവൺമെൻറ് ആശുപത്രിക്ക് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിനാണ് ഈ ഒരു ദുർഗതിയുള്ളത്. അധികാരികളുടെ ശ്രദ്ധയില്ലായ്മ, കരുവേലിപ്പടി ഗവൺമെന്റ് ആശുപത്രി അധികൃതരുടെ വീഴ്ചയുമാണ് പൊതുജനങ്ങൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉപയോഗിക്കാൻ കഴിയാത്തതിന് വിലങ്ങുതടിയാകുന്നത്. യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് കയറ്റാൻ പറ്റാത്ത രീതിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആശുപത്രിയിൽ എത്തുന്നവരാണ് ഭൂരിഭാഗവും. ആരോഗ്യവും ബോധിപ്പിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളാണ് അധികാരികൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്നും അത് പിന്നീട് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നതിൽ വലിയ വീഴ്ചയാണ് സംഭവിക്കുന്നതെന്നും പൊതുജനങ്ങൾ മെട്രോ ന്യൂസിനോട് പറഞ്ഞു. കോർപ്പറേഷനും ഗവൺമെൻറ് അധികാരികളൊക്കെ വിദേശത്തൊക്കെ എപ്പോഴും പോയിട്ട് പലതും പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. കുറേ ഇവിടെ വന്ന് കാശുകളൊക്കെ ഇഷ്ടമാതിരി ചിലവാക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കുക. പക്ഷെ മെയിൻ്റനൻസ് എവിടെയില്ല. മെയിൻ്റനൻസ് എന്ന പരിപാടിയില്ല. ഒരു ബാത്റൂം പണിഞ്ഞിടും, ആ ബാത്റൂം അവിടെ ഇട്ടിട്ട് പോകും. ഒരു ബസ് സ്റ്റോപ്പ് പണിഞ്ഞിടും, അത് അവിടെ ഇട്ടിട്ട് പോകും. അതൊന്നും സംരക്ഷിച്ച് നീറ്റായി മാന്യമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് കൊണ്ടുപോകുന്ന പ്രശ്നം ഒതുക്കണില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വേസ്റ്റാണ്. എന്തൊക്കെ ഗവൺമെൻറ്റോ കോർപ്പറേഷനോ ഒക്കെ ചെയ്യണം, അതൊക്കെ വേസ്റ്റാണ്. ഇതൊക്കെ ഈ ഭരണാധികാരികൾ ചെയ്യണത് അവരുടെ ഗുണത്തിനും അവരുടെ ബെനിഫിറ്റിനും വേണ്ടി ഓരോ പരിപാടി ആസൂത്രണം ചെയ്യണമെന്നല്ലാതെ ഇതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഉണ്ടാവാൻ യാതൊരു ഗുണങ്ങളും ഉണ്ടാവുമെന്ന ശ്രദ്ധയില്ല. ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മെയിൻ്റനൻസ് നടക്കും. വണ്ടികൾ പാർക്ക് ചെയ്യണത് ഇത് ശ്രദ്ധിക്കാൻ ആളില്ല, പോലീസില്ല, പോലീസിന് സമയമില്ല. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മെയിൻ്റനൻസ് എന്ന് പറയണ ഒരു സംഗതി ഇല്ല. ട്രാഫിക്കിൻ്റെയും പോലീസുകാരുടെയൊക്കെ അനാസ്ഥയാണ് കാണുന്നത്. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. കംപ്ലീറ്റ് വണ്ടികളും റോഡിലേക്ക് കയറ്റിയാണ് പാർക്ക് ചെയ്യണം. ഹോസ്പിറ്റലുടെ ഏറ്റവും വലിയ അനാസ്ഥ. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പറമ്പും സ്ഥലങ്ങളൊക്കെ കാലിയെടുക്കാൻ. അതിൻ്റെ അകത്ത് പാർക്കിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ചെയ്യാത്തത് ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ അനാസ്ഥയും ഇവിടുത്തെ ട്രാഫിക്കിൻ്റെയും ഈ കാര്യങ്ങൾ കൊണ്ടാണ്. ഇവർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ. എപ്പോൾ നോക്കിയാലും ബ്ലോക്കും ബോളും, വലിയ വണ്ടികൾ ചെറിയ വണ്ടികൾ എല്ലാ വണ്ടികളും ഇവിടെ വന്നാൽ പാർക്ക്. ആർക്കും വെയിലും മഴയൊന്നും കൊള്ളാത്ത കണ്ടീഷനിൽ നല്ലൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഇപ്പോൾ വന്നേക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആശുപത്രിക്കുള്ളിൽ തന്നെ അധികാരികൾ ഒരുക്കി കൊടുക്കണമെന്നും പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ബസ്സുകളെല്ലാം നിർത്തിയിരിക്കുന്നത് റോഡിന് നടുവിലാണ്. ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങളുള്ളത്. കാരണം ഇതിനു മുൻപിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ജനങ്ങളെല്ലാവരും പറയുമ്പോഴും അധികാരികൾ എത്രത്തോളം ഇതിന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണമെന്ന് ജനങ്ങളെല്ലാവരും പറയുന്നു. ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ, വെയിലും മഴയും കൊള്ളാതെ നിൽക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാറണം. അതാണ് ജനങ്ങളുടെ ആവശ്യം. മെട്രോ 7 ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സിംനേഷിനൊപ്പം റിഡ്ജൻ റിബലോ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,